ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നാഥനോട് കൂടെ പാരിൽ പാർത്തിടും വരെ താങ്ങി നടത്തിയിടും തൃക്കരങ്ങളിൽ ഏറെ സുരക്ഷിതർ നമ്മൾ. പാർക്കും നാഥനോട് കൂടെ പാരിൽ പാർത്തിടും വരെ താങ്ങി നടത്തിയിടും തൃക്കരങ്ങളിൽ ഏറെ സുരക്ഷിതർ നമ്മൾ. യഹോവയാൽ അനുഗ്രഹീതമാകും യാഹൂദൻ കുടുംബമായിടും. യഹോവയാൽ അനുഗ്രഹീതമാകും യാഹൂദൻ കുടുംബമായിടും. അഗാധ സ്നേഹത്തെ സ്വർഗീയ സ്നേഹത്തെ ആഴമായി രുചിച്ചറിഞ്ഞിടും. അഗാധ സ്നേഹത്തെ സ്വർഗീയ സ്നേഹത്തെ ആഴമായി രുചിച്ചറിഞ്ഞിടും. പാർക്കും നാഥനോട് കൂടെ പാരിൽ പാർത്തിടും വരെ താങ്ങി നടത്തിയിടും തൃക്കരങ്ങളിൽ ഏറെ സുരക്ഷിതർ നമ്മൾ. നിത്യവും നിന്നാമം പാടി വാഴ്ത്തും നിത്യമാകും രാജ്യം പോകുവാൻ. നിത്യവും നിന്നാമം പാടി വാഴ്ത്തും നിത്യമാകും രാജ്യം പോകുവാൻ. നിത്യസ്നേഹത്തെ മറന്നിടാതെ നാം ക്രൂശിതന്റെ സാക്ഷിയായിടാം. നിത്യസ്നേഹത്തെ മറന്നിടാതെ നാം ക്രൂശിതന്റെ സാക്ഷിയായിടാം. പാർക്കും നാഥനോട് കൂടെ പാരിൽ പാർത്തിടും വരെ താങ്ങി നടത്തിയിടും തൃക്കരങ്ങളിൽ ഏറെ സുരക്ഷിതർ നമ്മൾ.
കുടുംബമായി വരുന്നിതാ ഞങ്ങൾ. നന്ദിയോടെന്നും ജീവിച്ചിടുവാൻ കുടുംബമായി വരുന്നിതാ ഞങ്ങൾ. പാർക്കും നാഥനോട് കൂടെ പാരിൽ പാർത്തിടും വരെ താങ്ങി നടത്തിയിടും തൃക്കരങ്ങളിൽ ഏറെ സുരക്ഷിതർ നമ്മൾ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ തിരുവചനവുമായിട്ട് ഒരിക്കൽ കൂടി നിൽക്കുവാൻ കർത്താവ് തന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവവചനം കേൾക്കുവാനുള്ള അവസരം നമുക്ക് പിന്നെയും കർത്താവ് തന്നിരിക്കുകയാണ്. നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. ഞാനൊരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ചു കളയും എന്ന് അരുളി ചെയ്തിട്ട്, ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തൻ്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. നിത്യനായ ദൈവം അരുളി ചെയ്യുകയാണ്, ഞാനൊരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ച് കളയുമെന്ന് അരുളി ചെയ്തിട്ട്, ദൈവം പറയുകയാണ്, ഒരു ജാതിയെയോ ഒരു രാജ്യത്തെയോ ഞാൻ പറിച്ച് അതിനെ നശിപ്പിച്ച് ഇടിച്ചു കളയുമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ആ ദേശത്തെ ജനങ്ങൾ ആ ജാതി തൻ്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ആ നിരൂപണമൊക്കെയും ദൈവം ക്ഷമിക്കുമെന്ന്. ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇവിടെ കാണുന്നത്. എത്ര വലിയ പാതകം ചെയ്തവരാണെങ്കിലും അനുതപിച്ചാൽ ദൈവം മനുഷ്യനെ കൈക്കൊള്ളുമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം പാപിയെ തേടി വന്ന സ്നേഹമാണ്. അനുതപിക്കുന്നവന് മോചനമുണ്ട് എന്ന് ഈ തിരുവചനം നമുക്ക് തരുന്ന സന്ദേശം അതാണ്. ഏതു പാപിക്കും യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്താലും അവൻ്റെ രക്തത്താലും മോചനമുണ്ട് എന്ന്. ഒരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ച് കളയുമെന്ന് അരുളി ചെയ്തിട്ട്, ഞാനങ്ങനെ അരുളി ചെയ്ത ജാതി തൻ്റെ ദുഷ്ടത വിട്ടുതിരിയുന്നെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. പ്രിയപ്പെട്ട, പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, നോഹയുടെ കാലത്ത് ജനം വഷളായി പോയപ്പോൾ, ജനങ്ങളുടെ പ്രവൃത്തി ദോഷമുള്ളതായി തീർന്നപ്പോൾ ദൈവം വലിയൊരു പ്രളയം അയച്ച് അന്ന് ഭൂമിയെ മുക്കി കഴുകി ശുദ്ധീകരിച്ചെടുത്തു എന്ന്. സോതോമിനെ കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്, സോതോമിലെ ജനങ്ങൾ ദുഷ്ടന്മാരും മഹാപാപികളുമായിരുന്നു എന്നത്. അബ്രഹാം പിതാവിൻ്റെ കൂടെ യാത്ര പുറപ്പെട്ട ലോത്ത് ചെന്നു പറ്റിയ സ്ഥലമാണ് സോതോം. അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്, അവർ ദുഷ്ടന്മാരും മഹാപാപികളുമായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, അബ്രഹാം പിതാവ് ആ ലോത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അബ്രഹാം പിതാവ് പ്രാർത്ഥിച്ചുവെങ്കിലും സോതോമില് ലോത്ത് ഒഴികെ ആരും ഉണ്ടായിരുന്നില്ല ദൈവസന്നിധിയിൽ. ലോത്തിനെ കുറിച്ച് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വലഞ്ഞുപോയ നീതിമാൻ എന്നാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് അങ്ങനെ എഴുതാൻ കാരണം? ആ സോതോമിലെ ദുഷ്ടതയും അവിടുത്തെ ജനങ്ങളുടെ പാപങ്ങളും എല്ലാം കണ്ടിട്ടും ലോത്ത് ഈ ലോകത്തിൻ്റെ സുഖങ്ങളും നീരോട്ടമുള്ളതെല്ലാം വിട്ട് പഴയതിലേക്ക് മടങ്ങിപ്പോരുവാൻ ഒരിക്കലും ലോത്തിന് കഴിഞ്ഞിരുന്നില്ല. ലോത്ത് ആ പാപികളോട് കൂടെ ആ പാപമുള്ള ദേശത്ത് ദുഷ്ടന്മാരോട് കൂടെ തന്നെ ജീവിച്ചതുകൊണ്ട് പുതിയ നിയമം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, ലോത്ത് വലഞ്ഞുപോയ ഒരു നീതിമാനാണെന്ന്. പ്രിയപ്പെട്ട, ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണെന്ന്, മനുഷ്യൻ തൻ്റെ ദുഷ്ടത വിട്ടു തിരിയുന്നുവെങ്കിൽ, തൻ്റെ പാപത്തെ ഓർത്ത് അനുദപിക്കുന്നുവെങ്കിൽ ദൈവം അവനോട് കരുണ കാണിക്കുമെന്ന്. ദൈവം മനുഷ്യനോട് ക്ഷമിക്കുന്നതാണെന്ന്. പ്രിയപ്പെട്ടവർ, ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്, നാം ഏതെല്ലാം പാതകങ്ങളിലോ പ്രിയപ്പെട്ടവർ ഒരിക്കലും ചെയ്യരുതാത്ത പ്രവൃത്തികളിലോ നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങൾ ഏതെല്ലാം കൊള്ളരുതായികൾ അകപ്പെട്ടു പോയതാണെങ്കിലും ദൈവസ്നേഹം മനുഷ്യനെ തേടി വരികയാണ്. ആരും പാപത്തിൽ മരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യനും പാപത്തിൽ മരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം പാപത്തിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ ആ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകും. ദൈവത്തിന് ഒരു പ്രയോജനവുമില്ല, അല്ലെങ്കിൽ ദൈവത്തിന് അതിൽ സന്തോഷിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദുഷ്ടൻ തൻ്റെ വഴികളെ വിട്ടുതിരിയണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പ്രിയപ്പെട്ട, തിരുവചനം കേൾക്കുന്ന നമ്മെ ഓരോരുത്തരെയും കുറിച്ച്
ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അതാണ്. എന്ത്? ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും തൻ്റെ വഴികളെ വിട്ട്, പാപ വഴികളെ വിട്ട്, ആകാത്ത വഴികളെ വിട്ട്, ദുഷ്ടത വിട്ട് മാനസാന്തരപ്പെടണമെന്ന് ദൈവത്തിൻ്റെ വചനം എന്നും മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ മാനസാന്തരത്തിലേക്ക് വരികാനാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം വിട്ട് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ, പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ, രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നു വരണമെന്നാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു ദേശം മുഴുവനും പാപത്തിൽ ആണ്ടുപോയപ്പോൾ നിത്യനായ ദൈവം തൻ്റെ പ്രവാചകനോടുകൂടെ ആ ദേശത്തെ വീണ്ടെടുക്കുവാൻ അവന് വചനം കൊടുത്ത് നിനിവയിലേക്ക് അയക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ട യോനാ പ്രവാചകനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞു. യേശുവിനോട് കർത്താവ് തന്നോട് തന്നെ ഉപമിച്ച ഏക പ്രവാചകനാണ് യോനാ പ്രവാചകൻ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. യേശുക്രിസ്തു തന്റെ പരസ്യശ്രൂഷ നാളുകളിൽ യോനാ പ്രവാചകനെയും കർത്താവിനെയും ചേർത്ത് വെച്ച് കർത്താവ് പറയുകയാണ്. വായിക്കാം. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശു ഒരു അടയാളം ചെയ്തു കാണുവാൻ എന്നും യേശുവിന്റെ കൂടെ കൂടിയ ആളുകൾക്ക് ആഗ്രഹം അതായിരുന്നു. എന്തെങ്കിലും ഒരു അടയാളം കാണണമെന്ന്, അടയാളം ചെയ്തു കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുകയാണ്, വായിച്ചോ. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവും ഉള്ള തലമുറ അടയാളം തിരയുന്നു. ആരാണ് പ്രിയപ്പെട്ടവരെ അടയാളം തിരയുന്നത്? ദോഷവും വ്യഭിചാരവും ഉള്ള തലമുറ. ദൈവത്തോടു കൂടെ ജീവിക്കുന്നവരല്ല, ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്ന ഒരു തലമുറ അവരെപ്പോഴും അടയാളം തിരയുകയാണ്. കർത്താവ് ഒരു അടയാളം ചെയ്ത് കാണുവാൻ അവരാഗ്രഹിക്കുകയാണ്. വായിക്കാം. ഗുരു, നീ ഒരു അടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുകയാണ്, യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ ഒരു അടയാളം ഈ തലമുറയ്ക്ക് ലഭിക്കുകയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. യോനാ പ്രവാചകൻ കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉള്ളിൽ 3 രാവും 3 പകലും ഇരിക്കുന്നു. കർത്താവ് ആ തലമുറയ്ക്ക് ഒരു അടയാളം പറഞ്ഞു കൊടുത്തു. എന്ത്? യോന കടലാനയുടെ വയറ്റിൽ ഇരുന്നതുപോലെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയുടെ ഉള്ളിൽ 3 രാവും 3 പകലും ഇരിക്കുമെന്ന് യേശു യോനായോട് ചേർത്ത് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു വന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് കർത്താവോട് പറയുന്നത്. ഞാൻ ഭൂമിയുടെ ഉള്ളിൽ 3 രാവും 3 പകലും ഇരിക്കേണ്ടതാകുന്നു, ഞാൻ മരിക്കേണ്ടതാകുന്നു, ഞാൻ ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവർക്കതൊന്നും മനസ്സിലായി കാണുകയില്ല. യോനാ പ്രവാചകനെ കുറിച്ച് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 14-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യോന ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ച ഒരു പ്രവാചകനായിരുന്നു. ആ തലമുറയിൽ ദൈവം ഉപയോഗിച്ച ഒരു പ്രവാചകനായിരുന്നു. നിനിവയിലേക്ക് ദൈവം അയക്കുമ്പോൾ ഒരു ശുശ്രൂഷ പരമേൽപ്പിച്ചാണ് യോനായെ അയക്കുന്നത്. വായിച്ചേക്കാം നമുക്ക്. ഗത്ഹേഫർക്കാരനായ അമിതായിയുടെ മകനായ യോനാ പ്രവാചകൻ എന്ന അഭിത്തായിയുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം അമിതായിയുടെ മകനായ യോന അവൻ യഹോവയുടെ ദാസനായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രാപിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന്. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് എന്താണ് മനുഷ്യന് പഠിക്കാനുള്ളത്? ദൈവത്തിന്റെ വചനം യോനായുടെ പുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഏത് ആപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവത്തിന് കഴിയുമെന്ന്. കാരണം യോന കടലാനയുടെ വയറ്റിലായി പോയി നമുക്കറിയാം. പ്രിയപ്പെട്ടിരുന്നാൽ ആ വലിയ ആപത്തിൽ നിന്നും, ആ വലിയ പ്രതികൂലത്തിൽ നിന്നും ദൈവം യോനായെ വിടുവിച്ചു എന്ന്. ഏത് ആപത്തിൽ നിന്നും രക്ഷിപ്പാൻ ദൈവത്തിന് കഴിയുമെന്ന്. എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട, അതുകൊണ്ടാണ് ദൈവം യോനയെ നിനിവയിലേക്ക് അയച്ചത്. എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യനെ തൻ്റെ വഴിയിലേക്ക് മടക്കി കൊണ്ടുവരുന്നവനാണ്. യോന ദൈവത്തിന്റെ ആലോചന വിട്ട് വ്യതിചലിച്ചു പോയി എങ്കിലും ദൈവം ആഗ്രഹിച്ച വഴിയിലേക്ക് യോനായെ ദൈവം മടക്കി കൊണ്ടുവന്നു എന്ന്
ആ പുസ്തകത്തിൽ നാം പഠിക്കുന്നുണ്ട്. മനുഷ്യനെ തൻ്റെ വഴികളിലേക്ക് മടക്കി കൊണ്ടുവരുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഒരു കാര്യമുള്ളത്, അനുതപിക്കുന്ന പാപിക്ക് മോചനമുണ്ട് എന്ന്. യോനായുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ നിനിവയിലെ ജനങ്ങൾ ഒന്നടങ്കം മാനസാന്തരപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവം അവരോട് ക്ഷമിച്ചു, ദൈവം അവരോട് കരുണ കാണിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന്, ദൈവത്തിന് ഏത് ആപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയുമെന്ന്. നാം അകപ്പെട്ടു പോയിരിക്കുന്ന ഏത് പ്രതിസന്ധിയിലാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൃഷ്ടിയിൽ വലിയ പ്രതികൂലമാണെങ്കിലും ദൈവത്തിന് അതിൽ നിന്നെല്ലാം മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയുമെന്ന്. പ്രിയപ്പെട്ടവരെ, യോനാ പ്രവാചകനെ ദൈവം നിനിവയിലേക്ക് അയക്കുകയാണ്. ദൈവത്തിൻ്റെ ആലോചന നിനിവയിലെ ജനങ്ങളെ അറിയിക്കുവാൻ. യോനാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1-ാം അധ്യായത്തിന്റെ. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിനു വിരോധമായി പ്രസംഗിക്ക. ദൈവം യോനയെ ഒരു ശുശ്രൂഷ പരമേൽപ്പിച്ചാണ് വിട്ടത്. മാത്രമല്ല, എന്താണ് നീ അവിടെ ചെന്ന് പ്രസംഗിക്കേണ്ടത്, നിനിവയിൽ നീ ചെന്ന് നിനിവയിലെ ജനങ്ങളോട് എന്താണ് പറയേണ്ടതെന്ന് വളരെ വ്യക്തമായി ഒരു ദൂത് അല്ലെങ്കിൽ ഒരു ആലോചന നിനിവയിലെ ജനങ്ങൾക്ക് വേണ്ടതായ വചനം കൊടുത്താണ് യോനയെ അയക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് കാലാകാലങ്ങളിൽ എന്നും ദൈവം തൻ്റെ വചനം കൊടുത്താണ് അവരെ അയച്ചിരുന്നത്. ശുശ്രൂഷയെല്ലാം ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് പ്രവാചകന്മാര് നിവർത്തിച്ചിരുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ അരുളപ്പാടാണ് പ്രവചനമായി അവരുടെ നാവിലൂടെ വന്നുകൊണ്ടിരുന്നത്. ദൈവം യോനാ പ്രവാചകനും ഒരു അരുളപ്പാട് അല്ലെങ്കിൽ ഒരു ആലോചന അല്ലെങ്കിൽ ഒരു ദൂത് കൊടുത്താണ് നിനിവയിലേക്ക് അയക്കുന്നത്. വായിക്കാം. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ദൈവം യോനയോട് പറയുകയാണ്, നിനിവയിലെ ജനങ്ങളുടെ ദുഷ്ടത, അവരുടെ പാപം, അവരുടെ അരുതാത്ത ജീവിതം അത് എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ടു. യോനായെ അയക്കുമ്പോൾ ദൈവം പറയുകയാണ്, നീ നിനിവയിലേക്ക് ചെന്ന് അവർക്ക് അനുകൂലമായിട്ടല്ല പ്രസംഗിക്കേണ്ടത്. എന്താണ് പ്രസംഗിക്കേണ്ടത്? മഹാനഗരമായി നിനിവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കണം. പ്രിയപ്പെട്ട, എന്താണ് അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? നിനിവയിലെ ജനങ്ങളുടെ ഇന്നത്തെ ജീവിത രീതിക്ക്, അവരുടെ പാപജീവിതത്തിന്, അവരുടെ പാപപ്രവൃത്തികൾക്ക്, ദൈവത്തിൽ നകന്നുപോയിരിക്കുന്ന അവരുടെ ആ മനോഭാവങ്ങൾക്ക് അതിനെല്ലാം വിരുദ്ധമായിട്ട്, അതിനെതിരായിട്ട് പ്രസംഗിക്കണമെന്നാണ്. പ്രിയപ്പെട്ട, ദൈവവചനം എന്നും മനുഷ്യന്റെ പാപവഴികൾക്ക് വിരുദ്ധമാണ്, അല്ലെങ്കിൽ എതിരാണ്. ദൈവം എന്നും മനുഷ്യന്റെ പാപത്തോടാണ് എതിർത്ത് നിൽക്കുന്നത്. മനുഷ്യന്റെ പാപമാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിയിരിക്കുന്നത്. നീ നിനിവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കണം. ദൈവം വിശദീകരിച്ചു കൊടുക്കുകയാണ്, അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന്. ദൈവം യോനായോട് പറഞ്ഞു, നിനിവയിലെ ജനങ്ങളുടെ ദുഷ്ടത, അവരുടെ പാപം പെരുകിയത് കൊണ്ട് ഞാൻ നിന്നെ നിനിവയിലേക്ക് അയക്കുകയാണ്. നീ നിനിവയിലെ ജനങ്ങൾക്ക് വിരോധമായിട്ട് പ്രസംഗിക്കണമെന്ന്. എന്താണ് പ്രസംഗിക്കേണ്ടതെന്നും ആ ജനത്തിന്റെ അവസ്ഥ എന്താണെന്നും വളരെ വ്യക്തമായിട്ട് ദൈവം യോനയ്ക്ക് ആലോചന കൊടുത്താണ് വിട്ടത്. എന്നാൽ യോനാ പ്രവാചകന് ആ ആലോചന ദൈവസന്നിധിയിൽ സ്വീകരിച്ച് ദൈവത്തിന്റെ ആലോചനയ്ക്ക് നിനിവയിലേക്ക് പോകുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഈ പുസ്തകം അവസാനിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. യോന ആലോചിക്കാൻ തുടങ്ങി, ഈ ശുശ്രൂഷയിൽ നിന്ന് എങ്ങനെയാണ് എനിക്ക് ഒഴിവാവാൻ കഴിയുന്നത്, ഈ ശുശ്രൂഷ ചെയ്യാതെ എങ്ങനെ അവിടുന്ന് ഒഴിവാവാൻ കഴിയുമെന്ന് യോന ആലോചിച്ചു. നാം വായിക്കുന്നുണ്ട്, യോന തൻ്റെ ബുദ്ധിയിൽ ആലോചിച്ച് പ്രിയപ്പെട്ട ദൈവം പറഞ്ഞിടത്തേക്ക് പോകാതെ അതിന് വിരുദ്ധമായി യാത്ര തുടങ്ങുകയാണ്. വായിക്കാം. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ടു യാഫോവിലേക്ക് ചെന്നു. നിനിവയിലേക്ക് പോകാൻ പറഞ്ഞ ആ യോന തർശീസിലേക്ക് നേരെ എതിർദിശയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ദൈവത്തിന്റെ ആലോചന നിനിവയിലെ ജനങ്ങളെ അറിയിക്കാൻ യോന പ്രവാചകൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. യോന യാഫോവിലേക്ക് ചെന്ന് തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീസിലേക്ക് പോയി കളയാൻ ആ കപ്പലിൽ കയറി. പ്രിയപ്പെട്ട യോന ദൈവവചനത്തിന് വിരുദ്ധമായി യാത്ര പുറപ്പെടുകയാണ്. പ്രിയപ്പെട്ട തിരുവചനം നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരുദ്ധമായിരുന്നു യോനയുടെ സഞ്ചാരം. പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, യോനയെ പോലെ തന്നെ പ്രതികൂലത്തിലായി പോയ ഒരു വ്യക്തിയായിരുന്നു
പ്രിയപ്പെട്ടവരെ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് സ്വർഗത്തിലെ ദൈവം കർത്താവ് പറഞ്ഞ ആ മൂന്നാമത്തെ ഉദവിയിലെ ആ മുടിയനായ പുത്രൻ, പ്രിയപ്പെട്ടവരെ, അവന്റെ ജീവിതത്തിലും അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അപ്പന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിന് ഒത്തവണ്ണം നിൽക്കാൻ കഴിയാതെ അവൻ പാപവഴികളിലേക്കും അപ്പനെ വിട്ട് ദൂരദേശത്തേക്കുമെല്ലാം പോയി. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ ചെന്നു പാർത്ത ദേശത്ത് വലിയ ക്ഷാമമുണ്ടായപ്പോൾ ആ മുടിയനായ പുത്രന് മുട്ടുവന്നു എന്ന്, അവന് മുട്ടുവന്നു എന്ന്. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പിറകെ ഒന്നായി വരുന്നുവെങ്കിൽ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. എല്ലാം അതുകൊണ്ടായിരിക്കണമെന്നില്ല. എന്നാൽ ഒരുപക്ഷെ ദൈവവേദലേ, നിന്റെ യാത്ര നാശത്തിലേക്കും ദോഷത്തിലേക്കും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അനുവദിച്ചു എന്ന് വരും. പ്രിയപ്പെട്ടവരെ, ആ മുടിയനായ പുത്രന്റെ ജീവിതത്തില് ആ വലിയ പ്രതികൂലം വന്നില്ലായിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ലായിരുന്നു. അവൻ ആയ വഴികളിലെല്ലാം സന്തോഷിച്ച് ഈ ലോകത്തിൽ മേളിച്ച് അവൻ നശിച്ചു പോയേനെ. എന്നാൽ ആ വലിയ പ്രതികൂലം വന്നപ്പോൾ അവൻ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. പ്രിയപ്പെട്ട യോനാ പ്രവാചകൻ കപ്പലിന്റെ അടിത്തട്ടിൽ കയറി സുഖമായി ഉറങ്ങുന്നു എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. വായിക്കാം. അവർ കപ്പൽക്കാർ ഭയപ്പെട്ടു. പ്രിയപ്പെട്ട യോന കയറിയ കപ്പലില് അല്ല, കടലില് വലിയൊരു കാറ്റും കോളും വന്നു. ഒരു വിധത്തിലും ആ യാത്ര മുമ്പോട്ട് പോകാൻ കഴിയാതെ വലിയ പ്രതികൂലം ആ കപ്പലിൽ വന്നു. കപ്പല് ആടി ഉലയാൻ തുടങ്ങി. ഒരു വിധത്തിലും മുമ്പോട്ട് പോകാൻ കഴിയാതെയായി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യോനാ പ്രവാചകൻ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. ദൈവമക്കളെ, യോനായെ അവർ കണ്ടുപിടിച്ചു. യോനായെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരുന്നു. ആ കപ്പലിൽ നല്ലവണ്ണം ഉറങ്ങുകയാണ്. പിന്മാറ്റത്തിന്റെ ഒരു അവസ്ഥയാണ്. ഒന്നും അറിയാതെ, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ഒന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ, എല്ലാം അറിയാൻ കഴിയാത്ത ഉറക്കത്തിലാണ്. ആത്മീയ പിന്മാറ്റം എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ നാം മനസ്സിലാക്കണം, നമ്മുടെ കുറവൊന്നും ഒരിക്കലും കാണാൻ കഴിയുകയില്ല. ഞാൻ ഏറെക്കുറെ ശരിയാണല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തെറ്റൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അതോടുകൂടെ മറ്റുള്ളവരുടെ കുറവ് കാണാനും അവരുടെ കുറ്റം പറയാനും മറ്റുള്ളവരെ വിമർശിക്കാനുമല്ല ആ അതിയായ ദാഹം തമ്മിലുണ്ടാകും. സ്വന്തം ജീവിതത്തിലെ കുറവ് കാണാൻ കഴിയാത്തതാണ് ആത്മീയ പിന്മാറ്റത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം. പ്രിയപ്പെട്ടവരെ, യോന സുഖമായി കിടന്നുറങ്ങി. യോന കയറിയ കപ്പൽ ആടി ഉലയുകയാണ്. സമുദ്രം ഇളകി മറിയുകയാണ്. യാത്ര പ്രതികൂലമായിരിക്കുകയാണ്. അപ്പോൾ യോന സുഖമായി കിടന്നുറങ്ങുകയാണ്. വായിക്കാം. കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ദൈവത്തിന്റെ പ്രവാചകനെ ദൈവമാരെന്നറിയാത്ത ആ പുറജാതിക്കാര് ചെന്ന് ആ കപ്പൽ പ്രമാണി ചെന്ന് അവനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി അവനോട് പറയുകയാണ്, നീ ഉറങ്ങുന്നത് എന്ത്? നീ എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാതെ. സഹോദരാ, ഇപ്പോൾ ഉറങ്ങേണ്ട സമയമാണോ? ഇപ്പോൾ അലസമായിരിക്കേണ്ട സമയമാണോ? വലിയ പ്രതികൂലങ്ങൾ ഈ പടകിന്റെ നേരെ ആഞ്ഞടിക്കുമ്പോൾ, ഈ കാറ്റും കോളും പ്രതികൂലമായിരിക്കുമ്പോൾ, എല്ലാവരും അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് നിലവിളിക്കുമ്പോൾ നീ ഒരാൾ മാത്രം ഈ അടിത്തൽ കെട്ടുന്ന ഇങ്ങനെ ഉറങ്ങുന്നത് എന്ത് എന്ന് വായിക്കാം. അനന്തരം അവർ, വരുവീൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്ന് അറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ പറഞ്ഞു. അവിടെ ആ കപ്പൽ പ്രമാണികളും കപ്പലിലുള്ളവർ കൂടി ഇത് ആരുടെ നിമിത്തമാണ് ഈ കോൾ വന്നതെന്ന് അവർ ചീട്ടിട്ടു. പ്രിയപ്പെട്ടവരെ, ആ ചീട്ട് യോനയ്ക്ക് വീണു. തെറ്റിലേക്ക് പോകുമ്പോൾ പിടിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് യോന. പഴയ നിയമത്തിലെ യോശുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. 6-7 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ആഖാനെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരോധമായി ശപഥാർപ്പിത വസ്തു എല്ലാം എടുത്ത് കൂടാരത്തിന്റെ നടുവിൽ ഒളിച്ച് മറച്ചു വെച്ച് ഒന്നും അറിയാത്തവനെ പോലെ യോശുവയോടും ഇസ്രായേലിനോടും ചേർന്ന് നിന്ന ആഖാൻ പിടിക്കപ്പെട്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, പിടിക്കപ്പെട്ടപ്പോൾ ആഖാൻ തന്റെ പാപമെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ്. യോശുവ 7:21 നമുക്ക് വായിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, പിടിക്കപ്പെട്ടു. എന്നാൽ എത്രയോ അവസരങ്ങൾ അതിനു മുമ്പുണ്ടായിരുന്നു. എറിഹോ കോട്ട പിടിച്ച് ഈ ശപഥാർപ്പിത വസ്തു ഒന്നും എടുക്കരുതെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. ആഖാൻ കണ്ടു, മോഹിച്ചു,
ചിലതെല്ലാം എടുത്ത് മറവ് ചെയ്തു. ദൈവമക്കളെ നാം മനസ്സിലാക്കണമെന്ത്, ആഖാന് മാത്രമല്ല അതുകൊണ്ട് ഭവിഷ്യത്തുണ്ടായത്. പ്രിയപ്പെട്ടവരെ, എറിഹോ കോട്ടയേക്കാൾ ചെറിയ പട്ടണമായ ഹായി പിടിക്കാൻ പോയി ഇസ്രായേൽ ജനം തോറ്റോടി. ഞാൻ വിശദീകരിക്കുന്നില്ല. യോശുവ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കിടന്ന് നിലവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ചോദിച്ചു, നീ ഇങ്ങനെ നിലവിളിക്കുന്നത് എന്തിന്? ഇസ്രായേലിന്റെ ഇടയില് പാപം വന്നിരിക്കുന്നു, അകൃത്യം വന്നിരിക്കുന്നു. പാപം അവരുടെ ഇടയിൽ നീക്കിക്കളഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആഖാൻ പിടിക്കപ്പെട്ടു. വായിക്കാം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോണ്യ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു, മോഹിച്ചു, എടുത്തു. അവ എൻ്റെ കൂടാരത്തിന് നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. ആഖാൻ യോശുവയുടെ മുമ്പിൽ പിടിക്കപ്പെട്ടപ്പോൾ തന്റെ പാപമെല്ലാം ഏറ്റുപറയുകയാണ്. 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള പൊൻകട്ടിയും കണ്ടു, ബാബിലോന്യ മേലങ്കയും, ഈ 3 കൂട്ടം സാധനങ്ങൾ ഞാൻ കണ്ടു, മോഹിച്ചു, എടുത്തു, എൻ്റെ കൂടാരത്തില് മറവ് ചെയ്തിരിക്കുകയാണെന്ന്. ദൈവമക്കളെ, അതെല്ലാം വിലയുള്ളത് തന്നെയാണ്. എന്നാൽ എന്താണ് പ്രിയപ്പെട്ടവരെ പറ്റിയത്? അതിൻ്റെ 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അതെല്ലാം ശപഥാർപ്പിതമാണ്, അതൊന്നും നിങ്ങൾ ആരും എടുക്കരുത്, ശാപം നിങ്ങൾക്ക് വരരുത് എന്ന് ദൈവം കൽപ്പിച്ചിരുന്നതാണ്. ദൈവമക്കളെ, നാം ഈ തിരുവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ശപഥാർപ്പിതമായത്, ശാപമുള്ളത്, തലമുറയ്ക്ക് അനുഭവിക്കാൻ കഴിയാത്തത്, പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ബന്ധനമായി നിൽക്കുന്നത് എന്തെങ്കിലുമെല്ലാം നമ്മുടെ ഭവനത്തിലുണ്ടോ? നാം ഒളിച്ചു വെച്ചിട്ടുണ്ടോ? നാം അപഹരിച്ചെടുത്തിട്ടുണ്ടോ? അന്യന്റെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടോ? സഹോദര, എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിക്കാറുണ്ടോ ദൈവസന്നിധിയിൽ, ഈ എൻ്റെ സ്വത്ത്, എൻ്റെ സമ്പാദ്യങ്ങള് അതെല്ലാം ദൈവം പ്രസാദിക്കുന്നതാണോ? നേരായ വഴികളിലാണോ ഞാൻ സമ്പാദിച്ചത്? പ്രിയപ്പെട്ടവരെ, ധനം പാപമല്ല, ധനാഗമ മാർഗങ്ങളാണ് പാപമായി തീരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ധനം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളിവിടുന്നതെന്നാൽ ധനം വിനിയോഗിക്കുന്ന വഴികളാണ് മനുഷ്യനെപ്പോഴും നാശത്തിലേക്ക് തള്ളിവിടുന്നത്. ആഖാൻ പിടിക്കപ്പെട്ടു. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ചീട്ടിട്ടോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മുമ്പിലോ വന്ന് നാം ആരും പിടിക്കപ്പെടാനിടവരരുത്. ദൈവത്തിലേ, ഇപ്പോൾ പാപം ഏറ്റുപറയാൻ അവസരമുണ്ട്, അനുദപിക്കാൻ അവസരമുണ്ട്, കുറവുകളെ തുറന്നു പറയാൻ അവസരമുണ്ട്. കർത്താവ് കാതോർത്ത് നിൽക്കുന്നവനാണ്. ദൈവമക്കളെ, ഏത് കുറവും ഏറ്റുപറയാം, ഏത് പാപവും ഏറ്റുപറയാം, ഏത് ലംഘനവും ക്ഷമിച്ചു തരും. സഹോദര, ശപഥാർപ്പിതം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിച്ചെറിഞ്ഞു കളയുവാനേ. അതുകൊണ്ട് നീ നരകത്തിലേക്ക് പോകരുത്, നീ നാശത്തിലേക്ക് പോകരുത്. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട് യാക്കോബ് പിതാവിനെ കുറിച്ച്. ഏറ്റവും സ്നേഹിച്ച, പ്രിയപ്പെട്ടവരെ, കണ്ണ് ശോഭയുള്ള സൗന്ദര്യമുള്ള റാഹേല്. ഞാൻ പറയും ദൈവമക്കളെ, 14 കൊല്ലം ആട് നോക്കി റാഹേലിനെ സമ്പാദിച്ചു എന്ന്. കാരണം 7 കൊല്ലം നോക്കി കഴിഞ്ഞപ്പോൾ ലേയെ കിട്ടി. അതവൻ ആഗ്രഹിച്ചതല്ല. പിന്നെ 7 കൊല്ലം കൂടി ലാബാന്റെ ആട് നോക്കി. 14 കൊല്ലം ആട് നോക്കി സമ്പാദിച്ച പ്രിയപ്പെട്ട റാഹേല്. പ്രിയപ്പെട്ടവരെ, ആ ദേശം വിട്ട് മടങ്ങിപ്പോരുമ്പോൾ അപ്പന്റെ ഗ്രഹവിഗ്രഹങ്ങളൊക്കെ ചിലതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. തിരുവനന്തപുരം വായിക്കുന്നുണ്ട്. ദൈവമക്കളെ, അതും കുഴപ്പമില്ലായിരുന്നു. അതെല്ലാം മടക്കി കൊടുക്കാറുള്ള ഒരു അവസരം വന്നതാ. ലാബാൻ ഓടിക്കതച്ച് അന്വേഷിച്ചു വന്നു. യാക്കോബേ, നിന്റെ അപ്പനെയും പിതൃദേശവും ഒക്കെ കാണാൻ നീ പോവുകയാണ്, അതിനെനിക്ക് വിരോധമില്ല. എന്നാൽ എന്റെ ഗ്രഹവിഗ്രഹങ്ങളെയൊക്കെ മോഷ്ടിച്ചെടുത്തത് എന്തിന്? യാക്കോബ് കോപിച്ചു. യാക്കോബ് പറഞ്ഞു, ആരുടെയെങ്കിലും, എൻ്റെ കൂടാരത്തിൽ ആരുടെയെങ്കിലും പക്കല് അതുണ്ടെങ്കിൽ അവര് മരിക്കണമെന്ന്. ദൈവമക്കളെ, പാവം യാക്കോബ് അറിഞ്ഞില്ല, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, എൻ്റെ കണ്ണിന് ശോഭയുള്ള റാഹേല് അത് എടുത്തു വെച്ചിട്ടുണ്ട് എന്ന്. ദൈവമക്കളെ, അമ്മായിയപ്പൻ കൂടാരമൊക്കെ പരിശോധിച്ചു. റാഹേല് ഒരൊട്ടകോപ്പിൽ അതെല്ലാം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ അങ്ങ് ഇരുന്നു. ദൈവമക്കളെ, ആ പാപത്തിൻ്റെ മുകളില്, ആ ശാപത്തിൻ്റെ മുകളില്, ആ ഗ്രഹവിഗ്രഹങ്ങളുടെ മുകളില് യാക്കോബിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയിരുന്നു. ദൈവമക്കളെ, അത് വേദനയോടെ നാം വായിക്കേണ്ടതാണ്. അതൊരു ശോക പര്യവസായിയായി തീർന്നു. ദൈവമക്കളെ, യാക്കോബിൽ കാലത്ത് പറയുന്നുണ്ട്, ഞാൻ വേദയിലെത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേല് മരിച്ചു എന്ന്. ദൈവമക്കളെ, 2ാമത്തെ പ്രസവത്തോടെ വഴിയരികിൽ വെച്ച് പ്രിയപ്പെട്ടവരെ, യാക്കോബിന്റെ പ്രിയപ്പെട്ട ഭാര്യ, സ്നേഹിച്ച ഭാര്യ, സൗന്ദര്യമുള്ള ഭാര്യ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. എന്തെങ്കിലുമെല്ലാം സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കാത്തതുണ്ടോ എന്ന്. ദൈവമക്കളെ, നമ്മുടെ യാത്ര
ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നതാണോ? നാം സമ്പാദിച്ചു വെച്ചിരിക്കുന്നതെല്ലാം ദൈവമക്കളെ ശോധന ചെയ്യുന്നൊരു ദിവസമുണ്ട്. ദൈവമക്കളെ, യോന പിടിക്കപ്പെട്ടു. അപ്പോൾ യോന പറയുന്നൊരു കാര്യമുണ്ട്, അതുകൂടി നമുക്ക് വായിക്കാം. 9-ാമത്തെ വാക്യം, 1:9. അതിന് അവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ദാസൻ ആ പുറജാതികളുടെ മുമ്പിൽ പറയുകയാണ്, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന്. ഞാനൊരു എബ്രായനാണ്. ദൈവമക്കളെ, ആ പാരമ്പര്യങ്ങളും ദൈവസന്നിധിയിൽ ആ പൊള്ളയായ ആ അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ വാക്കുകളൊക്കെ പറയുകയാണ്. എന്നാൽ കിടക്കുന്നതോ യാത്ര എങ്ങോട്ടാ പ്രിയപ്പെട്ടവരെ? ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായിട്ട്. ഇപ്പോൾ കിടക്കുന്നതോ ആടിയുലയുന്ന കപ്പലിൽ. ദൈവത്തിൻ്റെ ദാസൻ പറയുകയാണ്, ഞാനൊരു എബ്രായനാണ്, എൻ്റെ ദൈവം കടലും കരയും ഉണ്ടാക്കിയ ദൈവമാണ്. ഞാൻ നാളുകളായി അവനെ ഭജിച്ചു വരുന്നു, അവനെ ആരാധിച്ചു വരുന്നു, അവനെ ഞാൻ സേവിച്ചു വരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി, ദൈവത്തെ അറിയാത്ത ആരാധനകള്, ദൈവമാരെന്നറിയാത്ത പ്രാർത്ഥനകള്, പ്രിയപ്പെട്ടവരെ ഹൃദയം തൊടാത്ത പ്രാർത്ഥനകള്. യോന പറഞ്ഞു, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നവനാണ്, യഹോവയെ ഭജിച്ചു വരുന്നവനാണ്. എന്നാൽ യോനയുടെ യാത്ര പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമാണ്. ദൈവം ആഗ്രഹിച്ചതിന് വിരുദ്ധമായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളെ നമുക്കൊന്ന് അടയ്ക്കാം. കുരിശിലേക്ക് നിങ്ങൾ നോക്കിയേ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി യാത്ര ചെയ്യുകയും, ഞാൻ ഇന്ന വ്യക്തിയാണ്, എനിക്ക് ഇന്നിന്ന പാരമ്പര്യങ്ങളുണ്ട്, ഞാൻ ഇത്ര കൊല്ലം മുമ്പ് മാനസാന്തരപ്പെട്ടതാ, ഞാൻ യേശുക്രിസ്തുവിന്റെ വകയാണ്, ഞാൻ ഇന്ന കൂട്ടായ്മയിലാ, ഞാൻ ഇന്ന ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നെല്ലാം നമ്മുടെ ഹൃദയത്തിൽ അഭിമാനം ഉണ്ടായിരിക്കെ കർത്താവുമായൊരു ബന്ധമില്ലാത്ത അനുഭവത്തിലാണോ നാം ജീവിക്കുന്നത്? കർത്താവിന് വിരുദ്ധമായ പാതയിലാണോ നാം സഞ്ചരിക്കുന്നത്? ദൈവം ഇതിലെ നീ കുരിശിലേക്ക് നോക്കി, കർത്താവേ, എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. എൻ്റെ ആത്മാവിന്ന് മരണത്തിലാണോ? എൻ്റെ കർത്താവേ, എൻ്റെ ആത്മാവ് നിന്നിൽ നകന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ആ വലിയ സത്യം കർത്താവേ ഈ തിരുവചനം കേൾക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ആത്മാവിൻ്റെ അവസ്ഥ ദൈവം ഇതിലെ നീ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ, എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ദൈവങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.